പാൽപ്പായസം ഒക്കെ കേട്ടിട്ടില്ലേ? പാൽപ്പായസം, പാലട അല്ല, പാൽപ്പായസം. നല്ല ചെമ്പ പച്ചരി എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ സോഫ്റ്റായിട്ടുള്ള അരി, ഉണക്കലരി ഉപയോഗിച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുക. കുറച്ച് പഴയ അരിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവും. പെട്ടെന്ന് വെന്ത് ഉടയില്ല, അതിൻ്റെ സ്റ്റാർച്ച് പുറത്തൊക്കെ അധികം വരില്ല, നല്ല ഫിനിഷിങ് ഉണ്ടാവും പായസം കാണാം. അത് 10 ലിറ്റർ പാലിന് 400 ഗ്രാം അരി ആണ് എടുക്കുക. 10 ലിറ്റർ പാലിൽ നമ്മൾ ഏറെക്കുറെ 3 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് അതിൽ അരിയിടും. അരിയിട്ട് അരി വെന്ത് വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ പുറത്തുള്ള അരിയുടെ പുറത്തുള്ള ഒരു സ്റ്റാർച്ച് ഉണ്ട്. ആ സ്റ്റാർച്ചിനെ അത് കുറേശ്ശെ ഈ പാലിലേക്ക് അലിയിപ്പിച്ച് തുടങ്ങും. ആ സാധനം ശരിക്കും അങ്ങനെ വരാൻ പാടില്ല. അത് അടിയിൽ പോയിട്ട് ചെറിയൊരു പാടയായിട്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റാർച്ച് ഇങ്ങനെ വിട്ടു തുടങ്ങുന്ന സമയത്താണ് നമ്മൾ കുറേശ്ശെ പഞ്ചസാര ഇട്ടിരുന്നത്. പാലിൻ്റെ കൊഴുപ്പ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പായസങ്ങളെ കൊഴുപ്പ് വരുമ്പോൾ നമ്മൾ വീണ്ടും അതിൽ പഞ്ചസാര ഇട്ടിട്ട് അതിനെ ഇങ്ങനെ നേർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അരിമണിയിൽ നിന്ന് വിട്ട് പോരുന്ന സ്റ്റാർച്ച് ഉണ്ട്, അത് ഇതിൽ വല്ലാതെ കലങ്ങാതെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. 400 ഗ്രാം അരിക്ക് ഏറെക്കുറെ 4 ഇരട്ടി പഞ്ചസാരയാണ് വേണ്ടത്. 1 കിലോ 600 ഗ്രാം പഞ്ചസാരയാണ് വേണ്ടത്. പാലടയ്ക്ക് പിന്നെ ഈ സ്റ്റാർച്ചിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. അത് അടവഴിച്ച് നമ്മൾ കൂട്ടി കളയുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് പോയി. അപ്പോൾ അത് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ളൊരു പായസം. അതാണ് പാൽപ്പായസവും പാലടയും തമ്മിലുള്ള വ്യത്യാസം.